Dear students, നമുക്കിനി എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, നമ്മളെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നോക്കി. സോ ലെറ്റ്സ് മൂവ് ടു വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദിസ് ഈസ് എ ലിറ്റിൽ ഹൈ ലൈക്ക് ലെങ്തി ടോപ്പിക്. പക്ഷെ നമുക്ക് അത് ഷോർട്ടായിട്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പം നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് 1 by 1 ആയിട്ട് നോക്കാം. കുറച്ചധികം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്കത് വളരെ ഷോർട്ടായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് ലോങ് ടേം മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ SEBI എന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡാണ്, നമ്മളത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ അറിയാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഫസ്റ്റ് വൺ പറയുന്നത് ഈക്വിറ്റി ഷെയർസ് ആണ്. It's generally form a large part of the total shares issued by the company. Equity shares എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വളരെ മേജർ ആയിട്ടുള്ള ഷെയർ ഹോൾഡ് ചെയ്യുന്നതിനാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുക. This type of shares does not enjoy any preferential right. Generally, the rate of discount is not fixed on equity shares. Rate of discount എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഷെയർസിന് ഉണ്ടാവുന്ന ഒരു പ്രിഫറൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ഷെയറാണ്, മേജർ ഷെയറാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. It may vary from year to year depending upon the profits of the company. If the company is successful and the level of profit is high, equity shareholders enjoy very high return. It's obvious. Thus they bear maximum risk. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ മാക്സിമം റിസ്ക് ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട്. Thus they have the right of control over the management of the company. So അവർക്ക് കമ്പനിയുടെ മാനേജ്മെൻറ്റിനകത്തൊക്കെ എന്തുണ്ട്, നല്ല ഹോൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. These shares are also known as ordinary shares, common shares or risk shares. They undertake the maximum entrepreneurial risk associated with a business venture. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ഡിവിഡൻഡ് ആഫ്റ്റർ പേയിങ് ഇറ്റ് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് ആർക്ക് കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇത് എന്താ പറയുക, പെയ്ഡ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്തതിന് ശേഷം അവർ ഡിവിഡൻഡ് ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ആര് ഹോൾഡ് ചെയ്യുന്നതാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ നമുക്കിതിനകത്ത് എന്താണ് ഈ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സം ടോട്ടൽ ഓഫ് മണി പെയ്ഡ് റെഗുലർലി ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ ഔട്ട് ഓഫ് പ്രോഫിറ്റിന് ശേഷം നമ്മളുടെ ഒരു സം ഓഫ് മണി, ഒരു ടോട്ടൽ മണി അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭാഗം മണി റെഗുലർലി പെയ്ഡ് ബൈ ദ കമ്പനി ആർക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിവിഡൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ദിസ് ഷെയർസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. പ്രോഫിറ്റ് അനുസരിച്ച് ഇത് ഡിപ്പെൻഡ് ചെയ്യും. ദേ മേ ബി പെയ്ഡ് എ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ദേ മേ നോട്ട് ഗെറ്റ് എനിത്തിങ്. പ്രോഫിറ്റ് അനുസരിച്ചിട്ടാണ് അതെല്ലാം വരുന്നതെന്നാണ് പറയുന്നത്. അത്ര അതിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. അടുത്തത് ജസ്റ്റ് നോക്കി, ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ആഫ്റ്റർ ദ മീറ്റിംഗ് ഓൾ അതർ ക്ലെയിംസ് ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ദേ ടേക്ക് റിസ്ക് ബോത്ത് റിഗാർഡിംഗ് ഡിവിഡൻഡ് ആൻഡ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. അത് വേണമെന്നില്ല, ജസ്റ്റ് അത്രയും നമ്മൾ നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഡിവിഡൻഡ് എങ്ങനെയാണ് പേ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി. ഇനി ഫീച്ചേഴ്സ് ജസ്റ്റ് 1-2 ലൈനിൽ പറയാം. Equity shares retain the following features. Equity share capital remains permanently with the company. അത്രയും നോക്കിയാൽ മതി കേട്ടോ. Equity shareholders have voting rights and elect the management. The rate of dividend on equity capital depend upon the availability of surplus fund. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. If you want, you can write it. essay ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ you can write, otherwise just leave it. അത് നമ്മൾ ആദ്യം പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി. Then essay ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ advantages ഏതാണ്, equity shares does not create any obligation to pay a fixed rate of dividend. അത് നമുക്ക് പറയാം, ഒരു ഒബ്ലിഗേഷൻ ഇല്ല, പ്രോഫിറ്റ് അനുസരിച്ച് കൂടും, ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല, അത്രയാണ്. ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചേഞ്ച് ഓവർ എനി കൈൻഡ് ഓഫ് അസെറ്റ് ഓഫ് ദ കമ്പനി. ഇറ്റ്സ് എ പെർമനന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഗെയിനേഴ്സ് ഓഫ് ദ കമ്പനി. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് എൻ അഡ്വാൻറ്റേജ്. അനദർ വൺ ഈസ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇഫ് ഓൺലി ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ്, ദ കമ്പനി കനോട്ട് ടേക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രേഡിംഗ് equity. As equity capital cannot be redeemed, there is a disadvantages ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് അഡ്വാൻറ്റേജസ് മാത്രം ഫീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞാൽ, because it will become little complicated. So we have to see what are the equity shares.
I just explain about it and what are the features of the equity share. You have to write it. Then advantages of the equity shares. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതിയാൽ മതി. I just want to reduce your burden. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്സേ ടൈപ്പും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് വരുന്നതാണ് ഇത് ഡെഫേർഡ് ഷെയർസ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് ഡെഫേർഡ് ഷെയർസ്. ദീസ് ഷെയർസ് were earlier issued to the promoters or founders for service rendered to the company. ഇതെന്താണ്? പ്രൊമോട്ടേഴ്സിനും അല്ലെങ്കിൽ ഫൗണ്ടർ, ഇപ്പോൾ കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഫൗണ്ടേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കും അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെഫേർഡ് ഷെയർസ് എന്ന് പറയാം. These shares were known as founders share because they were normally issued to the founders. These shares rank last as far as the payment of dividend and return of the capital is concerned. The last കൊടുക്കുന്ന പേയ്മെന്റ് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് ഇതൊന്നും കൊടുക്കില്ല. പ്രോഫിറ്റ് എല്ലാം കിട്ടി ലാസ്റ്റ് കൊടുക്കുന്ന അവരുടെ പ്രൊമോട്ടേഴ്സിനും അവർ ഫൗണ്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ഷെയർ ആണ് ഡെഫേർഡ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ് ആർ പ്രയോറിറ്റി ടു ദ പേയ്മെന്റ്. ഇതിനകത്ത് പ്രിഫറൻസ് ഷെയറും അടുത്ത പറയാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറും നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വിറ്റി ഷെയറിനാണ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെഫേർഡ് ഷെയർസ് കൊടുക്കുന്നത്. These shares were generally of small denomination and the management of the company remained in their hands by virtue of their voting rights. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത്രയും നിങ്ങൾ അതിനകത്ത് പഠിച്ചാൽ മതി കേട്ടോ. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇവിടം വരെ നമ്മൾ അതിനകത്ത് നോക്കിയാൽ മതി. So these are the deferred shares. അടുത്ത പറയുന്നതാണ് preference shares. Preference shares are those shares which have a preferential right for the payment dividend during the lifetime of the company and for the return of capital at the time of winding up. Preference share എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞത് ഡെഫേർഡ് ഷെയർസിൻ്റെ ജസ്റ്റ് ഇതാണ്, ഓപ്പോസിറ്റ് ആണ് അല്ലേ. Preference shares are the shares which have a preferential right for the payment dividend during the lifetime of the company. കമ്പനിയുടെ ലൈഫ് ടൈം ആയത്, അത് കമ്പനിയുടെ ഒരു ലൈഫ് ടൈം ലൈഫ് സ്പാൻ ഉണ്ടല്ലോ. would you say like മലയാളം ഇറ്റ്സ് അവരുടെ ആ ഒരു പോകുന്ന ഒരു കാലയളവുണ്ടല്ലോ. ലൈക്ക് കമ്പനി എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ആ കാലയളവിനെയാണ് ലൈഫ് ടൈം എന്ന് പറയുക. Preference shares are those shares which have a preferential right for the പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും. പേയ്മെന്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ആൻഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈമിംഗ് ഓഫ് വൈൻഡിങ് അപ്പ്. നമ്മളൊരു ക്യാപിറ്റൽ മൂലധനം നിക്ഷേപിച്ചിട്ടാണല്ലോ എല്ലാത്തിനും ബിസിനസ്സിനും നമ്മൾ പോകുന്നത്. ആ ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഷെയറാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ദാറ്റ് ആർ പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ബിഫോർ ഇക്വിറ്റി സ്റ്റോക്ക് ഡിവിഡൻഡ് ആർ പെയ്ഡ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. ആർക്ക് പേ ചെയ്യുന്നത്? പേ ടു ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ കയ്യിൽ വെക്കുന്ന ആളുകളെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ബിഫോർ ഇക്വിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വിറ്റി ഷെയർസ് പേ ചെയ്യുന്നതിന് മുൻപ് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ പ്രിഫറൻസ് ഡിവിഡൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മുൻപായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് പരിഗണനയോട് കൂടിയിട്ട് കമ്പനിയുടെ ലൈഫ് ടൈം എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. പ്രിഫറൻസ് ഷെയർസ് ആസ് കോൾഡ് ബിക്കോസ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനായിട്ട് കാരണം, ഷെയർസ് ഓഫ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ, അതൊരു പ്രിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പറയുന്നത്. പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ഷെയർസിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് എന്താ പറയുന്നത്? ദ റൈറ്റ് ടു ഗെറ്റ് ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ്, ദ റൈറ്റ് ടു ക്ലെയിം റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ്. അതായത് നമ്മൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. ഇതാണ് രണ്ട് ഫീച്ചേഴ്സ്. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ദെൻ അഡ്വാൻറ്റേജസ് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് എ ലോങ് ടേം ക്യാപിറ്റൽ ഫോർ ദ കമ്പനി. കമ്പനിക്ക് ഒരു ലോങ് ടേം ക്യാപിറ്റലാണ് പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഹാവ് ദ ആഡഡ് അഡ്വാൻറ്റേജ് ഓഫ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഇത്രയും നോക്കിയാൽ മതി. റിഡീമബിൾ എന്ന് വെച്ചാൽ വീണ്ടും പേ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ ആക്ച്വലി റിഡീമബിൾ ആൻഡ് ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. നമ്മളെപ്പോഴും പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് പറയുമ്പോൾ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഷെയർസാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം അതിനെപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ടാവും. ഇപ്പം നമ്മൾ ഡെഫേർഡിൻ്റെ കാര്യം പറഞ്ഞു, അതിന് അത്രയും പ്രയോറിറ്റി ഇല്ല, കാരണം അത് എൻഡിൽ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദോസ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിച്ച് ഹാവ് എ കോളബിൾ ഓപ്ഷൻ embedded, meaning they can be redeemed later by the company. It is one of the method of companies embrace in the
എന്താണ് ഇതിനെ കൃത്യമായിട്ട് പറയുന്നത്? Are shares that a company has agreed it will or may redeem. In other words, buyback. Redeemable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്നതിനെയാണ് റിഡീമബിൾ എന്ന് പറയുന്നത്. ഓഫ് സം ഫ്യൂച്ചർ ഡേറ്റ്. തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഷെയർ കമ്പനിയിൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ ഇട്ട് വയ്ക്കുന്നതിനാണ് റിഡീമബിൾ എന്ന് പറയുന്നത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഹാവ് ദ ആഡഡ് അഡ്വാൻറ്റേജസ് ഓഫ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അത് രണ്ടാമത്തെ ഫീച്ചർ. തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസിന് എന്തുണ്ട്? ആഡഡ് അഡ്വാൻറ്റേജസ് ഓഫ് തന്നെ കമ്പനിയുടെ റീപേയ്മെന്റിനകത്ത് ഉള്ളത്. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. As preference shares capital is generally regarded as part of the company's net worth, it enhances the credit worthiness of the firm. Preference share regarded as a company's net worth ആണ്. നെറ്റ് വർത്ത് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഫുൾ അസറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അത് ഇറ്റ് എൻഹാൻസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ. ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഏൺസ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇത്രയും പറഞ്ഞാൽ മതി അഡ്വാൻറ്റേജസിന്. ഇത്രയും പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് ലോങ് ടേം ക്യാപിറ്റൽ. Redeemable preference shares have the added advantages of the repayment of the capital. Preference share of the capital is generally regarded as part of company's net worth. So it enhances the credit worthiness of the company. It earns a fixed rate of dividend. ഇത്രയും നമ്മൾ എന്തിനകത്ത് പറയുന്നു? അഡ്വാൻറ്റേജസിനകത്ത് പറയുന്നു. സോ ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യാം. യു ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് ഓർ സ്റ്റഡി ഇറ്റ് കമ്പൽസറിലി. സോ preference shares provide a long term capital of the company. other advantages nathu parayunna. Disadvantages nathu parayunnathu it is an expensive source of finance. Athrayum parna madi. Preference shares holders do not enjoy voting rights. Rendamathathu മൂന്നാമത്തത് the rate of dividend on preference share is usually lower. അത്രയും മൂന്നെണ്ണം നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിഫറൻസ് ഷെയറിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ ഏതൊക്കെയാണ് മേജർ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ അൺപെയ്ഡ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ആർ ട്രീറ്റഡ് ആസ് arrears and are carried forward to subsequent years. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് വരുന്നതിന് അൺപെയ്ഡ് ഡിവിഡൻഡ് ഉണ്ടാവും. നമ്മൾ പേ ചെയ്യാതെ വെക്കുന്ന ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർസിന് തന്നെ പേ ചെയ്യാതെ വെക്കുന്ന ഡിവിഡൻഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഷെയർസ് ആർ ട്രീറ്റഡ് ആസ് അരിയേഴ്സ് എന്ന് പറയും. അതായത് കൂട്ടിക്കിടന്ന് നമുക്കിപ്പോൾ സാലറി കിട്ടാതെ ഒരുപാട് കാലം കിടന്നു കഴിഞ്ഞിട്ട് ഒരുമിച്ച് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? അരിയേഴ്സ് എന്ന് പറയാം. അപ്പോൾ അത് എന്താക്കിയിട്ട് ട്രീറ്റ് ചെയ്യും? അരിയേഴ്സ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടിയിട്ട് ദീസ് ഡിവിഡൻഡ് ഹാവ് നോട്ട് അഥറൈസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കേട്ടോ. അരിയേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് റൈറ്റ് ടു ഗെറ്റ് ഹാവ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. അതിനകത്ത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കിട്ടും. അത് മാത്രമേ പറഞ്ഞാൽ മതി. റീഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാൻ ബി റീഡീംഡ് ഓർ റീപെയ്ഡ്. അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. റീപെയ്ഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ്. നോൺ റീഡീമബിൾ ദോസ് പ്രിഫറൻസ് വിച്ച് കനോട്ട് ബി റീഡീംഡ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതിൻ്റെ. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സർപ്ലസ് ഓഫ് ദ കമ്പനി. ഓക്കെ, എല്ലാത്തിലും സർപ്ലസിലും എല്ലാത്തിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറിനെയാണ് എന്ത് പറയുക? പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുക. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് വിച്ച് ഹാവ് നോ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഓൺ ദ സർപ്ലസ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. പിന്നെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഈക്വിറ്റി ഷെയർ. അത്രയും പറഞ്ഞാൽ മതി. ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുക? കൺവേർട്ടബിൾ എന്ന് പറയാം. നോൺ കൺവേർട്ടബിൾ പറയുമ്പോൾ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് വിച്ച് കനോട്ട് ബി കൺവേർട്ടഡ് കേട്ടോ. അപ്പം ഇത്രയും ആണ് നമ്മൾ എന്ത് പറയാം? നമ്മളുടെ എന്താ പറയുക, ഈ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണ്? ഇന്ന് പഠിച്ച ടോപ്പിക്സ് ഒക്കെയാണ്. ഫസ്റ്റ് വൺ ഈക്വിറ്റി ഷെയർസ്, വി നോ ദാറ്റ്, ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്. ദെൻ ഡെഫേർഡ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് മേജർ ടൈപ്സ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ ഓൾ ഓഫ് യു ഹാവ് ടു മേക്ക് പോസ്റ്റ് നോട്ട് ഓൺ ദിസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ഈ ഫ്രൈഡേയോ അല്ലെങ്കിൽ സാറ്റർഡേ ഒരു ഗൂഗിൾ മീറ്റ് വെക്കാം. ഓക്കെ.